ഈ പുസ്തകത്തിലെ മറ്റൊരു വിഷയം. മറ്റൊന്നുള്ളത് വാരിദായ ദുആ അതങ്ങനെ തന്നെ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അത് ഇമാമ് നിൽക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ തന്നെ പറയണം എന്നാണ് നിയമമുള്ളത്. അത് പിന്നെ റബ്ബിർ കമാ റബ്ബൗന സിഗാറ എന്നൊന്നും ആക്കേണ്ടതില്ല എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, കൂടുതൽ പറയുകയല്ല, നമ്മൾ ഇറങ്ങിയത് ഇൽമിന്റെ വഴിയിലാണ്. ഇൽമിന്റെ വഴിയിൽ ഇറങ്ങിയ നമ്മൾ ഇൽമ് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മറ്റു കലകളും എഴുത്തുകളും മറ്റു പഠനേതര മേഖലകളും ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ വെള്ളയും ഇട്ട് ഇറങ്ങിയത് ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ്. ഒരു മഹല്ലത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു വാക്യത്ത് വന്നാൽ മസ്അല ചോദിക്കൽ നമ്മളോടാണ്. ഇൽമിന്റെ നിറകുടമായ ആലിമീങ്ങൾ പലരും മരണപ്പെട്ടു പോയി. പകരം വരാനുള്ളത് നമ്മളും നിങ്ങളൊക്കെ തന്നെയാണ്. അള്ളാഹു നമ്മളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തെരുമാറാകട്ടെ. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തണം. എപ്പോഴും നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മളെ ഉസ്താദ്മാരെ സമീപിക്കാൻ പറ്റുമോ? ഒരിക്കൽ ഒരു ഉസ്താദ് വിളിക്കുകയാണ്, ഉസ്താദ് അടിയന്തരായിട്ട് ഒന്ന് പറഞ്ഞു തരണം, നിക്കാഹിന്റെ സദസ്സ് നടക്കുകയാണ്, മഹർ കൊടുത്തിരിക്കുന്നത് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആണ്, ബിസ്ക്കറ്റിന് എന്താ അറബി പറയാ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. ബിസ്ക്കറ്റിന് എന്താ മലയാളത്തിൽ പറയാ? അപ്പോ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നേരിടും. നിക്കാഹിന്റെ പ്രശ്നങ്ങൾ, ഫസ്ഖിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വലിയ ഗൾഫിലാകുമ്പോ വലിയ കല്യാണത്തിന്റെ തലേന്ന് മുങ്ങാണ്, ആൾ ഒളിച്ചോടി പോയിട്ടുണ്ട്, കാലിയെ കിട്ടുന്നില്ല, കാലി ഗൾഫിലാണ്. ഇങ്ങനെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഭാവിയിലെ വരദാനങ്ങളാണ് നമ്മൾ പഠിക്കണം. ഫിഖ്ഹ് നമ്മൾ നല്ലോണം പഠിക്കണം. നമ്മുടെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന വിഷയത്തില്, ആ പുസ്തകത്തില് പ്രധാനപ്പെട്ട വിഷയം തുടങ്ങുന്നത് തന്നെ ഫിഖ്ഹ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദീനിൽ അവനെ ഫഖീഹാക്കും എന്ന്. ഈ ആയത്ത് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് നമ്മുടെ മജ്ലിസിൽ കയറി വരുന്നു. ഇരിക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാളെ അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അയാളെ ഫഖീഹാക്കും എന്നാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ബാജൂരി പറയുന്നു, വഫീ ഹാദൽ ഹദീസി ബിശാറത്തുൻ ലിൽ മുസ്തഗിലി ബിൽ ഫിഖ്ഹ്. ഫിഖ്ഹ് കൊണ്ട് ജോലിയാകുന്നവർക്കുള്ള വലിയ സന്തോഷ വാർത്തയാണ് ഈ ഹദീസിലുള്ളത്. അല്ലാഹു ഫിഖ്ഹ് പഠിക്കുന്ന ആളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇൽമുള്ളവരൊപ്പം കൂടുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇൽമ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് ഇൽമ് കിട്ടാനാ? ഇൽമുള്ള ആളുകളുമായി കൂടിക്കലരുക, അവരുമായി ബന്ധപ്പെടുക, അപ്പോഴേ നമുക്ക് ഇൽമ് കിട്ടുള്ളൂ. ഇന്നിപ്പോ രാവിലെ നമ്മളെ MLA വന്നിട്ട് ചോദിച്ചു, നിറഞ്ഞ പണ്ഡിത സദസ്സ്, ഈ നെല്ലിക്കട്ടയെ പാൽക്കടലാക്കി മാറ്റിയ ഈ വലിയ തലപ്പാവുധാരികളായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചത് എന്ന്. ശരിയാണ്, പണ്ഡിതന്മാരൊപ്പം കൂടുമ്പോഴേ, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ പെടുമ്പോഴേ ആ ലെവലിലേക്ക് ഒരാൾ ഉയരുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. സൂഫിയാക്കൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഖിയാമുല്ലയിലാണ് ചർച്ച. അപ്പൊ ഖിയാമുല്ലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു അയറാബി അങ്ങോട്ട് കയറി വരുന്നത്. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖിയാമുല്ലയിലുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്. അക്കൂമുല്ലയില, എനിക്കും ഖിയാമുല്ലയിലുണ്ട്. മാതാ തസ്നോ ഉണ്ട്, എന്താ ചെയ്യല്? ഓം പറഞ്ഞ് അബൂലു അനാമു അർജിയു, അബൂലു അർജിയു അനാമു, ഞാൻ എഴുന്നേറ്റ് മൂത്രമൊഴിച്ച് തിരിച്ചു പോകും. അപ്പൊ ഇതാണ് ഖിയാമുല്ലയിൽ എന്നാണ് ഓന്റെ പരാമർശ വിഷയം. ഓൻ പറഞ്ഞത് അതാ. അപ്പൊ പണ്ഡിതന്മാരെ ഒപ്പം കൂടുമ്പോഴേ ആ ലെവലിലേക്ക് നമ്മൾ ഉയരുകയുള്ളൂ.
അപ്പൊ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ കുറിപ്പിൽ അവസാന ഭാഗത്ത് ദുആയിൽ വരുന്ന പല പ്രശ്നങ്ങൾ ഖത്മുൽ ഖുർആന്റെ ദുആയിൽ കാണാം. വതലൗനൽ ഖുർആനൽ അളീമ ലി അജലിഹി. അങ്ങനെയാണ് ഏടിലുള്ളത്. എല്ലാവരും അങ്ങനെ ദ്വാരക്കുന്നു. അജൽ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഖുർആൻ ഓതിയത് അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്തിക്കണേ എന്നാണ് വിഷയം. തലൗനൽ ഖുർആനൽ അളീമ ലി അജ്ലിഹി. അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്ന. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്ന. കാരണം എന്നുള്ളതിന് അജ്ല്, മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ. നമ്മൾ ശരിക്ക് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുതുബിയത്തില്. അജബ്തുഹു മുസ്രിയാൻ, ബാക്കി പാടി. അജബ്തുഹു മുസ്രിയാൻ മിൻ അജ്ലി ദഅവതിഹി. അവിടെ നമ്മളെല്ലാരും അത് സുക്കൂൻ ചെയ്തിട്ട് തന്നെ പറയുന്നു. അപ്പോ അവിടെ ഏടിൽ വ്യാപകമായിട്ട് തെറ്റിച്ചിട്ടുണ്ട്.